നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ തരം പഠന രീതിയാണ്. ഒത്തിരി ചോദ്യവും ഇത്തിരി ഉത്തരവും. കേരള PSC 10ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വർഷങ്ങളിലെ പ്രധാന സംഭവങ്ങളെ എങ്ങനെ ഈസിയായി പഠിക്കാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് 1975 കേരള PSC ആവർത്തിച്ച പ്രധാന സംഭവങ്ങളെ പറ്റിയാണ്. നമുക്ക് ഓരോ സംഭവങ്ങളും ഒന്ന് പഠിച്ചു നോക്കാം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം. ഇതെല്ലാം 10ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം. ആരാടെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഇന്ത്യയിൽ ഹോക്കിയിൽ ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം 1975. അന്താരാഷ്ട്ര വനിതാ വർഷമായി ആചരിച്ചത് 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1975. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. സിക്കിം സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായി മാറിയ വർഷം 1975. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് തണ്ണീർമുക്കം ബണ്ട് കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം 1975. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1975. ഒന്നുകൂടി സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയാം. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 75. ഇന്ത്യയിൽ ഹോക്കിയിൽ ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം 1975. അന്താരാഷ്ട്ര വനിതാ വർഷം എന്നറിയപ്പെടുന്നത് 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1975. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. സിക്കിം സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായി മാറിയത് 1975. തണ്ണീർമുക്കം ബണ്ട് കമ്മീഷൻ ചെയ്ത വർഷം 1975. റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപീകരിച്ച വർഷം 1975. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ സിമ്പിളായി പഠിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു കോഡ് രൂപീകരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾ നന്നായിട്ട് ഈ കോഡ് 5ൽ കൂടുതൽ തവണ കൃത്യമായി എഴുതി തന്നെ പഠിക്കുക. അതോടുകൂടി 1975 പ്രധാനപ്പെട്ട PSC ചോദിച്ച എല്ലാ സംഭവങ്ങളും എക്സാം ഹാളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നമുക്ക് കോഡിലേക്ക് നോക്കാം. 75 ആദ്യ അടിയന്തരാവസ്ഥ കാലത്ത് വനിതകളുടെ ഹോക്കി കണ്ട് കേരളത്തിൽ സിനിമയെടുത്ത കേരള ഫോറസ്റ്റിലെ ആര്യ സിക്കിമിലെ തണ്ണി കൊണ്ട് റൂറൽ ബാങ്ക് ഉണ്ടാക്കി. ഇതൊരു 5ൽ കൂടുതൽ തവണ സുഹൃത്തുക്കൾ ആവർത്തിക്കുക. എക്സാം ഹാളിൽ കൃത്യമായി ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം ചോദിച്ചാൽ അതിന്റെ വർഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒന്നും കൂടി കോഡ് പറയുകയാണ്. 75 ആദ്യ അടിയന്തരാവസ്ഥ കാലത്ത് വനിതകളുടെ ഹോക്കി കണ്ട് കേരളത്തിൽ സിനിമയെടുത്ത കേരള ഫോറസ്റ്റിലെ ആര്യ സിക്കിമിലെ തണ്ണി കൊണ്ട് റൂറൽ ബാങ്ക് ഉണ്ടാക്കി. ഇതൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. 75 എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് 1975 ആദ്യ അടിയന്തരാവസ്ഥ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷത്തെ സൂചിപ്പിക്കുന്നു. വനിതകളുടെ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ദിനം. ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഹോക്കിയിൽ ആദ്യമായി ലോകകപ്പ് നേടിയ വർഷം. കേരളത്തിലെ സിനിമയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായി. ഇത് 2-3 തവണ സുഹൃത്തുക്കൾ എഴുതി പഠിക്കുക. കേരളത്തിൽ സിനിമയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായി. കേരള ഫോറസ്റ്റിലെ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു.
കേരള ഫോറസ്റ്റിലെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി എന്നാണ്. അതോടൊപ്പം ആര്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ചില ചോദ്യങ്ങളിൽ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആര്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. സിക്കിമിലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിക്കിം ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ വർഷം എന്നതാണ്. തണ്ണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട് കമ്മീഷൻ ചെയ്ത വർഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് റൂറൽ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപീകരിച്ച വർഷം എന്നാണ്. ഒന്നുകൂടി ഒന്ന് പറയാം. 75 എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1975 ആദ്യ അടിയന്തരാവസ്ഥ കാലത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ ആദ്യമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975 ഉദ്ദേശിക്കാനാണ്. വനിതകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ദിനം. ഹോക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി ഹോക്കി ലോകകപ്പ് നേടിയ വർഷം. അതുപോലെ കേരള സിനിമ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായി. കേരള ഫോറസ്റ്റിലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായി. ആര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. സിക്കിമിലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിക്കിം എന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. തണ്ണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട് കമ്മീഷൻ ചെയ്ത വർഷം. റൂറൽ ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപീകരിച്ചിരിക്കുന്ന വർഷം. ഇത്രയും സുഹൃത്തുക്കൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.